നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത്രയൊക്കെ കണ്ടിട്ടും പിന്നെയും കുട്ടിയെ പറഞ്ഞു വിടുകാന്ന് പറഞ്ഞാല് അതെന്തോ പാതകം ചെയ്യുന്നത് പോലെ. മതി, ഇന്നത്തെ ഒരു ദിവസം വരുന്നില്ലാന്ന് വിളിച്ചു പറഞ്ഞേക്ക്. അയ്യോ, അത് മതി കുട്ടി. ബിജുവേട്ടാ, ഇത് വേറൊരു ചട്ടിയിലിടണം. ഇനി അതുകൂടി ചെയ്തിട്ടേ പോകുന്നുള്ളൂ. അത് ബിജുവേട്ടൻ ചെയ്തോളൂ. ബിജു, എന്തായാലും ആ നടയെന്ന് ഒഴിച്ചു വെച്ചേക്ക്. ഇനി ഇങ്ങനെ ഉണ്ടായാലോ. ഏട്ടത്തി, മോള് വന്നില്ല ഇതുവരെ. രാധിക വരാൻ സമയാവുന്നതേ ഉള്ളൂ. ഒന്ന് വിളിച്ചു നോക്കണോ? കൃത്യസമയത്ത് സ്കൂളിലേക്ക് വരുന്ന ഒരാളെ അതിനുമുമ്പ് വിളിച്ചിട്ട് എന്ത് പറയാനാ? അതല്ല ഏട്ടത്തി, ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ സ്വപ്നം കണ്ടത് മുതല് മനസ്സിൽ എന്തൊരു ടെൻഷനാണെന്നറിയോ. ഉറങ്ങിയിട്ടില്ല ഞാൻ ശരിക്കും. ഞാൻ കരുതിയത് മോള് കൺമുന്നിലെത്തിയപ്പോ ഈ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ അവസാനിച്ചു. തീർന്നില്ല അല്ലേ? ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്നലെ എന്തോ വീണ്ടും പഴയതുപോലെയായി. പേടിക്കണ്ട ശ്യാമേ, നിങ്ങൾ അമ്മയ്ക്കും മകൾക്കും ഇടയില് ഒരു വസ്ത്രത്തിന്റെ മറവ് മാത്രമേ ഉള്ളൂ. ശ്യാമ പേടിക്കുന്നത് പോലെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാല് ദേ ഇതങ്ങെടുത്ത് മാറ്റണം. ഇതെന്റെ മകളാണെന്ന് ലോകത്തോട് വിളിച്ചു പറയണം. അത് ഐശ്വര്യയുടെയും അവളുടെ കൂട്ടാളികളുടെയും കാര്യമല്ലേ? ശ്യാമയെ പോലൊരു VIP പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടാല് അത് കിട്ടില്ലേ? എത്ര ഉന്നത ഉദ്യോഗസ്ഥരായാലും ശ്യാമയ്ക്ക് കാണാനും പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാനും ഈസിയാണല്ലോ. പിന്നെന്താ? വേണ്ടി വന്നാ അത് ചെയ്യണം. ശ്യാമ ഒരു സെലിബ്രിറ്റിയാ. ആ വലിപ്പം ശ്യാമ മനസ്സിലാക്കിയാ മതി. ആ വലിപ്പം എല്ലാ പ്രശ്നങ്ങളും തീർക്കും. ഞാൻ ഈ കാര്യം ഇതുവരെ ആലോചിച്ചിട്ടില്ല. തോറ്റുപോവില്ല എന്നൊരു ഉറപ്പ് കിട്ടിയതുപോലെ. എങ്ങനെ തോൽക്കാനാ? അമ്മയും മോളും മനസ്സറിഞ്ഞ് വിളിക്കുന്നത് ഒരു ഭഗവാനല്ലേ? കൈവിടൂ രണ്ടാളെ. അതെ, മോൾ ഉടനെ വരും. ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ നമുക്ക് ഓഫീസ് റൂമിൽ പോയിരിക്കാം. വാ. പോവാം ബിജുവേട്ടാ. എന്തുപറ്റി ബിജുവേട്ടാ? എന്തു പറ്റിയെന്നറിയില്ല, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. നോക്കട്ടെ. എന്താടാ ബിജു, എന്തു പറ്റി? നോക്കട്ടെ മുത്തശ്ശി. ഇന്ന് മോൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോ മുതല് തടസ്സമാണല്ലോ. ഒരു വയറ് കെട്ടായതാ. ഇനി വർക്ക്ഷോപ്പിൽ നിന്ന് ആരെങ്കിലും വിളിച്ചേ പറ്റൂ. അയ്യോ, എനിക്ക് സ്കൂളിലേക്ക് എത്തണല്ലോ.
ഇന്നിനി എന്തായാലും പോവണ്ട. അയ്യോ മുത്തശ്ശി, ഇത്രയൊക്കെ കണ്ടിട്ടും പിന്നെയും കുട്ടിയെ പറഞ്ഞു വിടുകാന്ന് പറഞ്ഞാല് അതെന്തോ പാതകം ചെയ്യുന്നത് പോലെ. മതി, ഇന്നത്തെ ഒരു ദിവസം വരുന്നില്ലാന്ന് വിളിച്ചു പറഞ്ഞേക്കും. അയ്യോ അത് മതി കുട്ടി. ശരി. സമയം ഒരുപാടായല്ലോ മാഡം. ഇന്ന് പാതിരാത്രി വരെ ആയാലും അമ്മയുടെ മോളുടെ ഒളിച്ചുകളി കണ്ടുപിടിക്കാതെ ഞാൻ മടങ്ങില്ല. അമൃതേടത്തി, മോള് വരേണ്ട സമയം കഴിഞ്ഞു. ഏട്ടത്തി ഒന്ന് വിളിക്കൂ. ആ മ്യൂസിക് സ്കൂളിൽ നിന്നാ. ഹലോ, ഇതെന്ത് പറ്റി മോളെ? ഇത്ര നേരമായിട്ട് എന്താ വരാത്തെ? അത് ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു മാഡം. ഇന്ന് അങ്ങോട്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ? ഫിദ മാഡത്തിനോടൊന്ന് ചോദിക്കോ ഞാനിന്ന് ലീവ് എടുത്തോട്ടെ എന്ന്. മോക്ക് ലീവ് വേണോന്നോ? ലീവോ? ഫിദമയുടെ എന്റെ അടുത്തുണ്ട്, നേരിട്ട് ചോദിച്ചോളൂ. ആ ഹലോ മോളെ. ആ മാഡം, അതെന്താ ഇന്ന് ലീവിന്റെ കാര്യം പറഞ്ഞേ? എന്ത് പറ്റി? സുഖമില്ലേ? അല്ല അസുഖമൊന്നുമില്ല, പക്ഷെ ഇറങ്ങാൻ വൈകിയതുകൊണ്ട്. വൈകിയത് കൊണ്ട് എന്താ? ഇത് മോളുടെ സ്ഥാപനമല്ലേ. എനിക്കും അമൃതയ്ക്കും കൂടി ഇന്നൊരു സ്ഥലത്ത് പോവാനുണ്ട്. സ്കൂളിന്റെ ചാർജ് മോളെ ഏൽപ്പിച്ചിട്ട് പോവാന്ന് ഞാൻ അമൃതയോട് പറഞ്ഞേ. ഇനിയിപ്പോ അയ്യോ മാഡം, എന്നാ ഞാൻ അങ്ങോട്ട് വരാം. എന്നാ മോള് ഒരു വണ്ടി വിളിച്ച് പെട്ടെന്ന് വാ. മോള് വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇറങ്ങാൻ. ആ എന്നാ ഞാൻ പെട്ടെന്ന് വരാം. എന്തു പണിയാ മോളെ കാണിച്ചത്? എന്തിനാ ചെല്ലാമെന്ന് പറഞ്ഞത്? മുത്തശ്ശി, അവിടുന്ന് എല്ലാരും കൂടി എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് പോവുക. സ്കൂളിന്റെ ചാർജ് ഒന്ന് എനിക്കാ. പിന്നെ ഇങ്ങനെ ചെല്ലാൻ പറ്റില്ല എന്ന് പറയാ. ഇത്രയും വലിയൊരു സ്ഥാപനത്തില് എനിക്ക് ഇത്ര നല്ലൊരു സ്ഥാനം തരുന്ന ആളുകളെ നിഷേധിക്കാൻ പറ്റുമോ? പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ മോളെ, മനസ്സിലൊരു വല്ലായികയുണ്ട്. മുത്തശ്ശി, എനിക്ക് എന്തായാലും പോണം. ശരി മോളെ. ബിജു, ഒരു ഓട്ടോ ഇങ്ങ് വിളിച്ചേ. മോളെ ഒന്ന് മ്യൂസിക് സ്കൂളിൽ കൊണ്ടുവിടാൻ പറയണം. ശരി മുത്തശ്ശി. എന്നാ പിന്നെ ഞാൻ റോഡിലേക്ക് നിൽക്കാം. വണ്ടി അവിടെ കിട്ടുമല്ലോ. ശരി ശരി മുത്തശ്ശി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.